മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളായിട്ടാണ് അനുമോൾ ബിഗ് ബോസ് സീസൺ 7ലേക്ക് എത്തിയത്. ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് താരം സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെയും പ്രശസ്തയായി. ആരാധകർ അനുക്കുട്ടി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അനുമോൾ അഭിനയത്തോടൊപ്പം തന്നെ മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ്. പഠനകാലത്ത് തന്നെ അഭിനയത്തോടും മോഡലിംഗിനോടും വലിയ താല്പര്യം ഉണ്ടായിരുന്ന അനുമോൾ നിരവധി ബ്രാൻഡുകൾക്ക് മോഡലായിട്ടുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ, കല്യാണം, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും പാടാത്ത പൈങ്കിളി അടക്കമുള്ള സീരിയലുകളിലും താരം ഇതിനോടകം വേഷമിട്ടു. സോഷ്യൽ മീഡിയയിൽ വലിയ ഫാൻ ഫോളോവിംഗ് ഉള്ള താരം കൂടിയാണ് അനുമോൾ. നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അനുമോൾക്ക് ലഭിച്ചിരുന്നു. സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലെ പ്രകടനമാണ് അനുമോളെ അവാർഡിന് അർഹയാക്കിയത്. തിരുവനന്തപുരം സ്വദേശിയാണ് 30-കാരിയായ അനുമോൾ. ആര്യനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനശേഷം കേരള സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട്. കോമഡിയും അനായാസേന കൈകാര്യം ചെയ്യുന്ന താരം കൂടിയാണ് അനുമോൾ. കുറിക്കൊള്ളുന്ന കൗണ്ടറുകളും അനുമോളിന്റെ പ്രത്യേകതയാണ്. ബിഗ് ബോസിലേക്ക് ഒക്കെ വരുന്നതിന് മുമ്പ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ കലാരംഗത്തേക്കുള്ള തന്റെ കടന്നുവരവിനെക്കുറിച്ചും നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ അനു വിശദീകരിച്ചിരുന്നു. അത് ഇങ്ങനെയാണ്: അഭിനയിക്കാനുള്ള കൊതിയുമായി നടന്ന സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ. മധ്യവർഗ കുടുംബമാണ് എന്റേത്. തിരുവനന്തപുരം ആര്യനാടാണ് സ്വദേശം. അച്ഛനും അമ്മയ്ക്കും ഞാൻ നന്നായി പഠിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേ താനൊരു തൊട്ടാവാടിയാണെന്നാണ് അനുമോൾ പറയുന്നത്. അനുമോളുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ സുഹൃത്താണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ശങ്കർലാൽ. സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചേട്ടനോട് ചോദിച്ചു. അങ്ങനെയാണ് അനുമോളിലേക്ക് സീരിയൽ വേഷം എത്തുന്നത്. എന്നാൽ കുടുംബത്തിന് ആദ്യം എതിർപ്പായിരുന്നുവെന്നും അനുമോൾ വ്യക്തമാക്കുന്നുണ്ട്. കയ്യിൽ കാശ് വന്നാൽ പെൺകുട്ടികൾ അപ്പനെയും അമ്മയും തള്ളിപ്പറയും എന്നായിരുന്നു പലരും പറഞ്ഞത്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും അനുമോൾ അഭിനയിക്കുന്നത് ഇഷ്ടമായിരുന്നു. അനുവിന്റെ അച്ഛൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അനിയത്തി എന്ന സീരിയലിലൂടെ അനുമോൾ സീരിയൽ ജീവിതം ആരംഭിച്ചു. പിന്നീട് സൂര്യ ടിവിയിലെ സംഗമം എന്ന സീരിയലിലെത്തി. ബോബൻ ആലുമൂടന്റെ സഹോദരിയുടെ വേഷമായിരുന്നു അനുവിന് കിട്ടിയത്. ചില സീനൊക്കെ ശരിയാക്കാൻ 26 ടേക്ക് വരെ പോയെന്നും അനുമോൾ ഓർക്കുന്നു. ഒടുവിൽ അവർ അനുവിന്റെ കഥാപാത്രത്തെ കൊന്നുകളഞ്ഞു. ഇതോടെ അനുവിന് നിരാശയായി. അന്ന് കരച്ചിലായിരുന്നു താനെന്ന് അനു പറയുന്നു. പിന്നീട് 3 മണി, അമ്മുവിന്റെ അമ്മ, പാടാത്ത പൈങ്കിളി തുടങ്ങിയ സീരിയലുകളിലൊക്കെ അഭിനയിച്ച് എല്ലാം പഠിച്ചെടുത്തു. +2 കഴിഞ്ഞ ഉടനെയാണ് അനു അഭിനയ മേഖലയിലേക്ക് വരുന്നത്. ആദ്യം കിട്ടിയത് 1000 രൂപയാണ്. അതെല്ലാവർക്കും വീതിച്ചു കൊടുത്തു. രണ്ടാമത്തെ വർക്കിൽ 1500 രൂപ, പിന്നെ 3000, അങ്ങനെ കൂടി വന്നു. പണം അമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അമ്മ അത് ബാങ്ക് അക്കൗണ്ടിലിടും. അമ്മയാണ് എന്റെ കരുത്തെന്നും അനു പറയുന്നുണ്ട്. തുടക്കകാലത്ത് തന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അനു സംസാരിച്ചിരുന്നു. സീരിയലിൽ കളർഫുൾ ഡ്രസ്സ് വേണമെന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ അതൊന്നും വാങ്ങാനുള്ള കാശ് അന്ന് അനുവിന്റെ കയ്യിലില്ലായിരുന്നു. യൂട്യൂബ് നോക്കി സ്റ്റിച്ചിങ് പഠിച്ചു. തുണി വാങ്ങി വീട്ടിലിരുന്ന് തുന്നി. അത് സീരിയലിലും സ്റ്റാർ മാജിക്കിലും അണിഞ്ഞു. പിന്നെ മേക്കപ്പും സ്വന്തമായി ചെയ്ത് പഠിച്ചു. കരിയറിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പണം സമ്പാദിക്കണം, അതായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ വീടുണ്ട്, സ്ഥലവും കാറും വാങ്ങി. കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് അനുമോൾ പറഞ്ഞത്.